ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത് ജനുവരി 30 വെള്ളിയാഴ്ച എത്തിയ മലയാള സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ചിത്രത്തിൽ ബിജു മേനൻ, ജോജു ജോർജ്, ലെന, ലിയോണ ലിഷോയ്, ഷാജു ശ്രീധർ, വൈഷ്ണവി രാജ്, നിരഞ്ജൻ അനൂപ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമയുടെ ആദ്യ 2 ദിവസത്തെ വിശദമായ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2 ദിവസവും 1 കോടിക്ക് മുകളിൽ തന്നെയാണ് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത്. ആദ്യ ദിവസം 1 കോടി കളക്ട് ചെയ്ത ഈ സിനിമ രണ്ടാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 1 കോടി 10 ലക്ഷം രൂപയാണ് നേടിയെടുത്തത്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 2 കോടി 10 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. മൂന്നാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1 കോടി 40 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 3 കോടി 50 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരമൊന്നും ലഭ്യമായിട്ടില്ലെങ്കിലും 3 ദിവസത്തെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5.5-6 കോടി റേഞ്ചിലാണ്. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് ജനുവരി 30 വെള്ളിയാഴ്ച തിരളെത്തിയ പ്രകമ്പനം എന്ന സിനിമ ഓരോ ദിവസവും കളക്ഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സാഗർ സൂര്യ, ഗണപതി, അൽ-അമീൻ, മല്ലിക സുകുമാരൻ, അസീസ് നിർമ്മങ്ങൾ, രാജേഷ് മാധവൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 35 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. എന്നാൽ രണ്ടാം ദിവസം ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 80 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 2 ദിവസം കൊണ്ട് 1 കോടി 15 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. അതേസമയം മൂന്നാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയ്ക്ക് കേരളത്തിൽ മികച്ച ബുക്കിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ 1 കോടി 50, 1 കോടി 60 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 3 ദിവസം കൊണ്ട് 2 കോടി 75 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 3.5-4 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് ജനുവരി 22 വ്യാഴാഴ്ച തിരളെത്തി നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുന്ന മലയാള സിനിമയാണ് ചത്ത പച്ച. ഈ സിനിമ 10ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 44 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 15 കോടി 60 ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. 11ാം ദിവസവും രണ്ടാമത്തെ ഞായറാഴ്ചയും കൂടിയായി ഇന്ന് ഈ സിനിമ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 50 ലക്ഷത്തിന് മുകളിലാണ്. അങ്ങനെ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 16 കോടി 10 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 35 കോടി 50 ലക്ഷം റേഞ്ചിലുമാണ്. നിവിൻ പോളി നായകനെ അരുൺ വർമ്മ സംവിധാനം ചെയ്ത് ജനുവരി 21 വെള്ളിയാഴ്ച തിരളെത്തി മിക്സഡ് ഓപ്പറ എന്നിലെടുത്ത മലയാള സിനിമയാണ് ബേബി ഗേൾ. ഈ സിനിമ 9ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 8,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 9 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 3 കോടി 86 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 10ാം ദിവസം ഞായറാഴ്ച കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 10 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് 4 കോടിക്ക് അടുത്താണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 6 കോടി റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിവിൻ പോളിയുടെ സർവമായ OTT-യിൽ എത്തിയെങ്കിലും 38ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 3,50,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ കേരളത്തിൽ 77 കോടി 60 ലക്ഷം രൂപയാണ് 38 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് 150 കോടിയുടെ പോസ്റ്റർ ഒഫീഷ്യലായി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുമുണ്ട്. ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ലോകമെമ്പാടുമായി 150 കോടി 35 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. OTT റിലീസ് പൂർത്തിയാക്കിയ ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. ഈ സിനിമയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 60 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 8 കോടി 60 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 250 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ 836 കോടി 50 ലക്ഷം രൂപയാണ് നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. വിദേശത്ത് നിന്ന് 299 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 1302 കോടി രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ജനുവരി 30 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് മികച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് മർദാനി 3. അഭിരാജ് മിനാബാല സംവിധാനം ചെയ്ത ഈ സിനിമയിൽ റാണി മുഖർജി, ജാങ്കി ബോഡിവാല, മല്ലിക പ്രസാദ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 4 ലക്ഷം രൂപയാണ്. 2 ദിവസത്തെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ 10 കോടി 25 ലക്ഷം രൂപയും ഗ്രോസ് കളക്ഷൻ 12 കോടി 10 ലക്ഷം രൂപയുമാണ്. വിദേശത്ത് നിന്ന് 4 കോടി 40 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 2 ദിവസം കൊണ്ട് 16 കോടി 50 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. മൂന്നാം ദിവസം ഞായറാഴ്ച മണിക്കൂറിൽ 10,000, 12,000 ടിക്കറ്റുകളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 10 കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി ഏകദേശം 26-27 കോടി റേഞ്ചിൽ എത്തിച്ചേരുന്നതാണ്. ജനുവരി 15 പൊങ്കൽ റിലീസായി തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ തമിഴ് സിനിമയാണ് തലൈവർ തമ്പി തലൈമയിൽ TTT. ഈ സിനിമയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 17 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1 കോടി 24 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് 17 ദിവസം കൊണ്ട് 33 കോടി കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ നിന്ന് 2 കോടി 10 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. 17 ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഈ സിനിമ 37 കോടി 40 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. 17 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 41 കോടി 20 ലക്ഷം രൂപയുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.